എറണാകുളം മറൈൻ ഡ്രൈവിൽ നമ്മൾ 100 രൂപ കൊടുത്തിട്ട് ബോട്ട് യാത്ര നടത്തില്ലേ, ആ ബോട്ട് യാത്ര നടത്തുമ്പോൾ ബോട്ട് ഇങ്ങനെ മറൈൻ ഡ്രൈവിൻ്റെ ഈ സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ കറങ്ങി വരുമ്പോൾ ബോൾഗാട്ടി പാലസിൻ്റെ ഒക്കെ കാണിച്ച് തന്നിട്ട് ഇങ്ങനെ കറങ്ങി വരുമ്പോൾ ഒരു വീട് കാണിച്ചു തരും നമ്മുടെ ഈ ബോട്ടിനകത്തുള്ള ഗൈഡ്. അതായത് നമ്മൾ പാട്ടുകാരൻ എം ജി ശ്രീകുമാറിൻ്റെ വീടാണ് എന്ന് പറഞ്ഞിട്ട്, ഇതാണ് എം ജി ശ്രീകുമാറിൻ്റെ വീട്, എം ജി ശ്രീകുമാർ ഇവിടെയാണ് താമസിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വീട് നമുക്ക് എല്ലാവർക്കും കാണിച്ചു തരാറുണ്ട് ഗൈഡ്. അങ്ങനെ ഒരു ദിവസം ഒരു ബോട്ട് യാത്രക്കിടയിൽ ഒരു ഗൈഡ് വീട് കാണിച്ചു കൊടുക്കുമ്പോൾ എം ജി ശ്രീകുമാറിൻ്റെ വീടിൽ നിന്ന് വേസ്റ്റ് ഈ മറൈൻ ഡ്രൈവ് കായലിലേക്ക് വലിച്ചെറിയുന്ന ഒരു വീഡിയോ വളരെ യാദൃശ്ചികമായിട്ട് ആരുടെയോ ക്യാമറയിൽ പെട്ടു. അത് സംസ്ഥാന സർക്കാരിന് അയച്ചു കൊടുത്തു. ആ അയച്ചു കൊടുത്ത വകയിൽ 4,00,000 രൂപ, അതായത് 25,000 രൂപ എം ജി ശ്രീകുമാറിന് പൊതുസ്ഥലത്ത്, പ്രത്യേകിച്ച് ഈ വെള്ളം മലിനമാക്കുന്ന രീതിയിൽ മാലിന്യം നിക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ട് 25,000 രൂപ എഴുതി കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഇതുപോലെ മാലിന്യം എവിടെ പൊതുസ്ഥലത്ത് നിക്ഷേപിക്കുന്ന എല്ലാവർക്കും ഉള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണിത്. ഇതിനു മുന്നേ തന്നെ സംസ്ഥാന സർക്കാർ ഇത് പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ മാലിന്യം നിക്ഷേപിക്കുന്ന ഏതെങ്കിലും വാഹനത്തിലാണെങ്കിൽ വാഹനത്തിൻ്റെ നമ്പർ, ആളെയാണെങ്കിൽ മുഖം വ്യക്തമാകുന്ന വിധത്തിൽ ആരായാലും ഫോട്ടോ എടുത്തിട്ട് സംസ്ഥാന സർക്കാർ നൽകിയിട്ടുള്ള നമ്പറിലേക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ ഉചിതമായ നടപടി തക്ക സമയത്തുണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എം ജി ശ്രീകുമാറിന് ഇപ്പോൾ കിട്ടിയത് 25,000 രൂപയാണ്. 10,000 കൊടുക്കുന്നതാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ സർക്കാർ ഒന്നുകൂടെ കടന്ന് 25,000 രൂപ കൊടുത്തിട്ടുണ്ട്.